ഗൈസ് വെൽക്കം ബാക്ക് ടു വീഡിയോസ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ടേസ്റ്റ് സ്മെൽ ലിക്ക് ചാലഞ്ച് ലിക്ക് ഓക്കെ. ചാലഞ്ച് കളി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ റൗണ്ടിലും ഓരോ ഫുഡ് ഐറ്റം നിങ്ങൾക്ക് 3 പേർക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ഫുഡ് ഐറ്റം ഏതാണ് നിങ്ങൾ കണ്ടുപിടിക്കണം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ കണ്ണ് അടിച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ തിന്നുവാണെങ്കിൽ നമ്മൾ കണ്ണടച്ചില്ല, എല്ലാതാണെങ്കിലും കണ്ണടി. നിങ്ങൾ 3 പേര് കണ്ണടിക്കും. 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് ഫുഡ് ഐറ്റം മാറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഒരു പേപ്പർ മാനി തരും. സോ അതിൽ നിങ്ങളുടെ ഫുഡ് എന്താണ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ അതിൽ എഴുതണം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ 3 പേപ്പർ കയ്യിലുണ്ട്. ഇതിൽ നമ്മുടെ 3 സബ്ജക്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ടാസ്ക് അടിന്റെ ആക്കിയെടുത്തപ്പോഴേ പറഞ്ഞേക്കാം. സെൻട്രൽ ഇടാം. ഇതെന്ത് 2.5 മേക്കൊന്ന് ഒരെണ്ണം പോരെ? ഇത് 2.5 അങ്ങ് എടുക്കും. നമ്മുടെ എഡ്വിൻ ബി സി ബാഗ് തുറക്കാം. സ്മെൽ ഉള്ളതിൽ ഏറ്റവും ടഫ് സാധനമാണ് കിട്ടിയിരുന്നത്. തുറക്ക്. പേപ്പർ നടുക്കിട്ട് എടുക്കുന്ന പരിപാടി നിർത്താവോ? പിന്നെ അവിടെ സൈഡിലിടാം. നിനക്ക് എന്തായാലും അപ്പോ ടച്ച് ഗൈസ്. ഓക്കെ, അപ്പൊ ചാലിക്ക് ടച്ച് ആണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. ഗൈസ്, അപ്പൊ 3 പേർക്കും ബ്ലൈൻഡ് ഫോൾഡ് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച ശേഷം നമ്മുടെ ഫുഡ് ഐറ്റം ഫ്രണ്ടിൽ വരുന്നതായിരിക്കും. എന്നിട്ട് അവർക്ക് കിട്ടിയത് എന്താണ് അതനുസരിച്ച് അവർ കണ്ടുപിടിച്ച് ഫുഡിന്റെ പേര് പേപ്പറിൽ എഴുതി തരണം. ഗൈസ്, അപ്പോ എന്തായാലും 3 പേർക്കുള്ള ഫുഡ് അവരുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. സോ ഐറ്റം വെച്ചിട്ടുണ്ട്. അപ്പൊ അവരവർക്ക് കിട്ടിയ എന്താണ് അതനുസരിച്ച് ചെയ്യാം. നിങ്ങൾ തൊട്ട് ഫ്രണ്ടിൽ പ്ലേറ്റ് ഇരിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, സോ ടൈം സ്റ്റാർട്ട് ആവും. തൊട്ടോ തോടാത്തോ എങ്ങനെ ഇത് ചെയ്യണ്ട? ഞാൻ വെറുതെ ഇങ്ങനെ നിനക്ക് എനിക്ക് മനസ്സിലായി. ഓക്കെ, സമയം പ്ലേറ്റ് മാറ്റി വെക്കട്ടെ. ആരും തുറക്കരുത്, ബ്ലൈൻഡ് ഫോൾഡ് മാറ്റരുത്. ഗൈസ്, അപ്പോൾ എന്തായാലും പേപ്പർ മാനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബ്ലൈൻഡ് ഫോൾഡ് മാറ്റാം. ജസ്റ്റ് മോൾക്ക് കയറ്റി വെച്ചാൽ മതി, ഫുള്ള് വരണ്ട. ഓക്കെ, എന്നിട്ട് ആരും കാണിച്ചു കൊടുക്കാതെ എഴുതുക. ഓക്കെ, കാണിച്ചു കൊടുക്കാതെ എഴുതുക. കാരണം ഇൻഡിവിജ്വൽ മത്സരമാണ്. നമ്പർ ഇട്ട് എഴുതണം കേട്ടോ. ബാക്കിയുള്ള റൗണ്ട്സിൽ നിങ്ങൾക്ക് സെയിം കാണിച്ചു കൊടുക്കില്ല. ഇപ്പൊ കാണുന്നത് നോക്കുന്നുണ്ടോ? എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നു നോക്കുന്നേ? കാണിച്ചു കൊടുക്കാതെ എഴുതണം. ഏനോ ആ പൊളി അങ്ങനെ പൊത്തി പിടിച്ചോ. ഗൈസ്, പിന്നെ വേറൊരു കാര്യം, കുറെ പേർക്ക് തെറ്റിയാറുണ്ട്. ഞാൻ ക്രൂവിലാണ്. ഞാൻ ക്രൂ അല്ല ഗൈസ്. ഞാൻ ക്രൂവിലും മത്സരത്തിൽ പെടാത്ത ഒരാളാണ്. ക്രൂവിന്റെ ബാക്കി ഡോമിനേറ്റർ എക്സ് ആണ്. അതിന്റെ ബാക്കിൽ ജാബിർ. അതിന്റെ ഞാനല്ല ക്രൂ, ഞാൻ അതിന്റെ ബാക്കിലാണ്. കിട്ടിയപ്പോ എനിക്ക് ഈ പേട്ട് തന്നെ തന്നത് ഡോമിനേറ്റർ എക്സ് ആണ്. എനിക്ക് 100% ഷുവറാണ്. ടേസ്റ്റ് കിട്ടിയ ആളായിരുന്നു കൊമ്പൻ. ലെമൺ. നീ എന്താ ലെമൺ. ഓക്കെ, അപ്പൊ 3 പേരിന് ശരിയാണ്. 3 പേരിന് ശരിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ക്രൂവിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതായി നോർമലി ഫസ്റ്റ് റൗണ്ട് എല്ലാം നല്ല അതുകൊണ്ടായിരിക്കാം ക്രൂവിന് കാശ് കൊടുക്കണം. നല്ല സാധനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നൈറ്റ് പോയി പിക്ക് ചെയ്യണം. ക്രൂവിന് കാശ് കൊടുക്കണം. ചായ മേടിച്ചു കൊടുക്കണം. വട മേടിച്ചു കൊടുക്കണം. നല്ല സാധനങ്ങൾ കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ 2ാം റൗണ്ടിലേക്ക് പോവാം. ഗൈസ്, അപ്പോ ഈ ഒരു റൗണ്ടിൽ നമുക്ക് പേപ്പർ ഇടണം. ഗൈസ്, ഞാൻ ഷഫിൾ ചെയ്തിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. 2 പേപ്പർ കൈ വെച്ച പണിഷ്മെന്റ്. പിന്നെ പണിഷ്മെന്റ് ഒന്നും എനിക്കില്ല. 2 പേപ്പർ കണ്ടോ? ഇങ്ങനെ പിടിക്കും. പൂച്ചയാണ്. ഗൈസ്, ഇപ്രാവശ്യം കൊമ്പൻ തുറക്കുന്നതായിരിക്കും. ഞാനെന്താ നോക്കട്ടെ. എഡ്വിൻ ബി സി ബി സ്മെല്ല് ഇവിടെ കളിയാണ് ഇതൊക്കെ. ഗൈസ്, അപ്പോൾ എല്ലാവരും ബ്ലൈൻഡ് ആയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ഫുഡ് ഐറ്റം കൊണ്ടുവരാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റം വെച്ചിട്ടുണ്ട്. സോ കഴിഞ്ഞ റൗണ്ടിൽ ഉള്ള പോലെ തന്നെയാണ് ഇപ്രാവശ്യം ഉള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം. നിനക്കെന്താ സ്മെല്ലല്ലേ? പ്ലേറ്റ് ഞാൻ കയ്യിൽ വെച്ചാൽ കേട്ടോ കൂട്ടുകാരൻ. പ്ലേറ്റ് പിടിച്ചോ, തോടരുത്. ഇതാണ് പ്ലേറ്റ്. ഓക്കെ, കെമിസ്ട്രി കൊമ്പൻ ടേസ്റ്റ് ആണ്. ടേസ്റ്റ് നോക്കുക, അതിനനുസരിച്ച് ചെയ്യുക. ചാർലി ബി സി ബി ടച്ച് ആണ്, അതിനനുസരിച്ച് നോക്കുക ചെയ്യുക. എഡ്വിൻ ബി സി ബി കിട്ടുന്നുണ്ടോ? വല്ലതും കിട്ടുന്നുണ്ടോ? ടേസ്റ്റ് നോക്കിയെങ്കിൽ മാറ്റി വെച്ചോളൂ. എന്താണ് ഇതെന്താ? പ്ലേറ്റ് മാറ്റിക്കോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു പേപ്പർ വന്നിട്ടുണ്ട്. എന്നെ മാറ്റിക്കോ, പേപ്പർ മാറ്റിക്കോ. പേപ്പർ അല്ല, ബ്ലൈൻഡ് മാറ്റിക്കോ. എന്നിട്ട് എഴുതുക, നമ്പർ ഇടുക, എഴുതുക. ഓക്കെ, കോപ്പി അടിക്കും നോക്കാനൊന്നും നിൽക്കരുത്. ഇൻഡിവിജ്വൽ മത്സരമാണ്. വാന്ന് കാണിച്ചെടുക്കരുത്. വാ നോക്കിട്ട് എഴുതാ. നീ ആര്? ഫോറൻസിക് എഴുതിയോ? കേനോ എല്ലാരും കേനോ. ഓക്കെ, ചാർലി ബി സി ബി എന്ത് എഴുതി? പക്കോട. നീ എന്ത് എഴുതി? മുറുക്ക്. നീ എന്ത് മുറുക്ക്?
കണ്ടാലേ മണക്കല്ലേ കൊമ്പൻ 2 പോയിന്റ്, ചാർലി ബിസിബി 2 പോയിന്റ്, എഡ്വിൻ ബിസിബി 1 പോയിന്റ് ആണ്. ഗൈസ് അപ്പോ 2 റൗണ്ട്സ് കഴിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ റൗണ്ടിലേക്ക് പോവാണ് ഗൈസ്. എടാ ഇപ്രാവശ്യം നിങ്ങൾ വേറെ വേറെ മാറ്റി എടുക്കുക കേട്ടാ. കഴിഞ്ഞ 2 റൗണ്ടിൽ ഒരേപോലെ എടുത്തു. എന്നാ നിങ്ങൾ ഇട്ടോ എടുത്തോ, നീ എടുത്തോ, എല്ലാം എടുത്തോ. അല്ല ഇനിയിപ്പോ അത് കമന്റ് വരും എന്റെ പൊന്നോ. ഞാൻ തൊടൂല്ലേ ഇന്ന് നിങ്ങളെല്ലാരും. ഗൈസ് ഞാൻ ഷഫിൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അത് 3 കൂടെ ഒരുമിച്ച് വീണത്. ആ ഇതെന്നെ ബിസി. ആ ഫസ്റ്റ് നമ്മുടെ ചാർലി ബിസി ടച്ച്. ഇതെന്താ ഇത്? അങ്ങനെ തന്നെ വരുന്നത്. ഇവൻ തന്നെ 2 പ്രാവശ്യം. ഞാനിത് ഞാൻ തൊട്ടില്ലല്ലോ. ഈ ചലഞ്ച് മൊത്തം മണക്കാനാട്ടോ യോഗ. ഗൈസ് ഇത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത് അറിയണ്ട. ഗൈസ് 3 റൗണ്ട് അടുപ്പിച്ച് സേവ് അത് നോക്കി. ഞാൻ ഇവിടെ ഇട്ട് ഷഫിൾ ചെയ്ത് എന്നിട്ട് ഇട്ട് കണക്കന്നെ ഗൈസ്. അയ്യോ അണ്ണ 3 റൗണ്ട് മറന്നോണ്ടിരിക്കുകയല്ലേ. സോറി ഗൈസ്, അത് മറന്നുപോയി. അപ്പൊ ബ്ലൈൻഡ് ആയിക്കാം നമ്മൾ ഫുഡ് ഐറ്റം കൊണ്ടിട്ട് ഗൈസ്. ഫ്രണ്ടില് സാധനം ഉണ്ട്, നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്താ നോക്കി നിങ്ങളുടെ ജിം പോയാ? എവിടെയാന്ന് വെച്ചാൽ കാണിച്ചില്ല, തൊട്ട് കാണിച്ചില്ല. നിനക്കെന്താ തിന്നാനല്ലേ? ആ ഓക്കെ. ആ നാ വെച്ചോ പോട്ടെ, നാവ് പോട്ടെ. ആ ഇതിനകത്തൊന്നും ഇല്ല. കൊമ്പൻ ടേസ്റ്റ് അല്ലേ, കടിച്ചു പോയിക്കോ കൊമ്പ. പ്ലേറ്റ് മണക്കണില്ല. ഇതിനകത്തൊന്നും ഇല്ല. എന്നാ ഞാൻ വേണമെങ്കിൽ എന്റെ കയ്യിൽ തരാം, നീ മണത്താ ഇവിടെ അവരവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫുഡ് ഐറ്റം മാറ്റിയ ശേഷം നിങ്ങൾക്ക് പേപ്പർ പേനും തരുന്നത് അതിൽ നിങ്ങൾ എഴുതണം. ഓക്കെ, ബ്ലൈൻഡ് മാറ്റിക്കോ, പൊക്കിക്കോ. ആർക്കും കാണിച്ചു കൊടുക്കാതെ എഴുതട്ടെ, കാരണം ഇവിടെ സ്മെല്ല് കിട്ടുന്ന ആൾക്കാണ് എപ്പോഴും പണി വരുന്നത്. കാരണം കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ടച്ച് പിന്നെയും മനസ്സിലാവും ഗൈസ്. ഓക്കെ നോക്കല്ലേ, അവർ നോക്കല്ലേ. പറയൂ. വെണ്ടയ്ക്ക. നീ എന്താ എഴുതി? ലേഡി ഫിംഗർ തന്നെ വെണ്ടയ്ക്ക. നീ എന്താ എഴുതി? നോ ഫുഡ് ഇൻ മൈ പ്ലേറ്റ്. അതെന്താ? എനിക്ക് മണമൊന്നും കിട്ടിയില്ല. ഇല്ല, അതിന് മണം ഉണ്ടായിരുന്നില്ല. മണം ഉണ്ടായിരുന്നില്ല. കടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ നാക്ക് മറ്റേ അതിനകത്തൊരു രോമാഞ്ചം നിൽക്കണ പോലെ, രോമാഞ്ചം നിൽക്കുന്ന പോലെ സാധനം ഉണ്ട്. അതാണ് ഒരു വഴുവഴുപ്പ്. ഞാൻ ഇച്ചിരി വഴുവഴുപ്പൊന്നും ഇല്ല അതിനകത്ത്. പിന്നെ വെണ്ടയ്ക്ക് വഴുപ്പില്ലേ ഉള്ളില്. ഇവൻ പുറത്തുനിന്ന് സാധനം നമുക്ക് കിട്ടിയത്. കടിച്ചപ്പോ തന്നെ എനിക്ക് നാക്കുകൊണ്ട് അവിടെ തട്ടിയപ്പോ അതാ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുത്താൻ വേണ്ടി പോകുന്നു. ഓക്കെ, അടുത്ത റൗണ്ട് മുതൽ നിങ്ങൾ ശരി ഉത്തരാണ് പറയുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ഫുഡ് ഐറ്റം നിങ്ങൾക്ക് ഫുള്ള് കഴിക്കാവുന്നതാണ്. അത് ഉള്ളില്ലാത്ത സാധനമാണെങ്കിലോ ഫുള്ളും കഴിക്കാവുന്നതാണ്. അത് ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ കഴിക്കാം. റാഷിക് ടിവി പണി തരുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഉണ്ടോ? നീ കഴിക്കണ്ട, ബാക്കി 2 പേര് കഴിച്ചോട്ടെ. ഗോ ടു നെക്സ്റ്റ് റൗണ്ട്. ഗൈസ് നമ്മൾ 4ാമത്തെ റൗണ്ടിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഗൈസ് ഇതിലെങ്കിലും ഒന്ന് മാറ്റിയെടുക്കും. എടാ പൂട്ടല്ലേ, പൊക്കി വെക്ക്. ഞാൻ ഫസ്റ്റ് എടുക്കാം. എന്നാ നിങ്ങൾക്ക് കിട്ടും. ഒന്നൊരു ശ്രദ്ധിക്കുക ഗൈസ്, ഞാനിത് ഷഫിൾ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാരും എടുക്കുക. ഗൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്യുന്നുണ്ട്. ആദ്യം എടുക്കുന്നത്? ആരെങ്കിലും ആദ്യം എടുക്കുക. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. ആദ്യം നമ്മുടെ KFC കൊമ്പൻ തുറക്കട്ടെ. ടേസ്റ്റ് ആണെങ്കിൽ നിന്നെ വെട്ടും ഞാൻ. ടച്ച്. ഓ സമാധാനം, ഇപ്രാവശ്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇനി എഡ്വിൻ ബിസിബി തുറക്കും. നീ എഡ്വിൻ ബിസിബി തുറക്കണം. ടേസ്റ്റ്. ഇനി എനിക്ക് ചക്കുണ്ട്. അയ്യോ സ്മെല്ലാണല്ലേ. ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടില് ഫുഡ് ഐറ്റം എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ, ഇവർ 3 പേരും കണ്ടിട്ടില്ല. അപ്പൊ എടുക്കാം. നിങ്ങൾ മണപ്പിക്കാൻ, ഞാൻ മണപ്പിക്കണം. ഞാൻ മണപ്പിച്ചാ. വെയിറ്റ്. ബക്രിക്ക് ടേസ്റ്റ് ചെയ്യാം. വെയിറ്റ്. ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ഇരുത്തി ആലോചിച്ചാൽ മതി. ഇതെന്താ കൈ കഴുകുന്നു? ഓക്കെ ഗൈസ്, അപ്പൊ 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റോപ്പ്. അപ്പൊ ആരും ബ്ലൈൻഡ് ഫോൾഡ് മാറ്റരുത് കേട്ടോ. ബ്ലൈൻഡ് ഫോൾഡ് മാറ്റരുത്. നമുക്ക് ഫുഡ് ആയിട്ട് ആദ്യം മാറ്റിട്ട് എന്നിട്ട് നമുക്ക് റെഡിയാക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ബ്ലൈൻഡ് ഫോൾഡ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. നിങ്ങളുടെ എഴുതേണ്ട സമയമാണ്. മാറ്റിക്കോ. കാണിച്ചു കൊടുക്കരുത്. ടഫ് റൗണ്ട് ആണ്, കാണിച്ചു കൊടുക്കരുത്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ചരിത്രം പറഞ്ഞാൽ സാധനം നിങ്ങൾക്ക്. നിങ്ങൾ ഇത്രയൊക്കെ എഴുതുന്നേ. ചെയ്ത ആള് പറ. സ്ലൈസ്. നീ എന്താ ചെയ്തത്? സ്ലൈസ് എവിടെ കാണിക്ക്. സ്ലൈസ്. ഞാനങ്ങനെ എഴുതി, പക്ഷേ മാംഗോ ജ്യൂസിലേക്ക് സ്ലൈസ് ഫ്രൂട്ടി. അന്നാ വെണ്ടയ്ക്ക, ലെമൺ, ലേഡീസ് ഫിംഗർ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണാവുമല്ലോ. അതല്ല, ഫ്രൂട്ടി മാവൊക്കെ എഴുതിണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒന്ന്. എന്ത് 3 എഴുതി? അവിടെ തെറ്റിപ്പോയി. അവിടെ തെറ്റിപ്പോയി. ഒറ്റ എഴുതാവൂ. സ്ലൈസ് ആണ്. ഇവിടെ ചാർലി സ്ലൈസ്, ഫ്രൂട്ടി, മാ എല്ലാം എഴുതിയോണ്ടാണ് ഉത്തരം തെറ്റിപ്പോയത്. ഒരെണ്ണേ എഴുതാവൂ.
അയ്യോ എക്സാമ്പിൾ എന്നാ ഓക്കെ ഗൈസ് അപ്പോ ശരി ഉത്തരം പറഞ്ഞ രണ്ടുപേർക്കും നമ്മുടെ ടിക്കറ്റ് രണ്ടുപേർക്കും സ്ലൈസ് ജ്യൂസ് ലൈക്ക് സ്ലൈസ് സ്ലൈസ് ഫ്രൂട്ടി മാ എല്ലാം ടേസ്റ്റ് ഒന്നല്ലേ അല്ല അത് അല്ല എല്ലാത്തിനും വ്യത്യാസം ടേസ്റ്റ് കമ്പനിയും വേറെ. അന്നാ പിന്നെ വെണ്ടയ്ക്ക ഏത് പറമ്പിലാ വിളഞ്ഞത് വെക്കടാ. ഗൈസ് അപ്പോ ശരി ഉത്തരം പറഞ്ഞ രണ്ടുപേർക്ക് അവരവരുടെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ചതിയാണ് കൈമുക്കിയല്ല ഇത് വേറെ ഇത് പോലെയാണ് guys. Okay, കൈ വെക്കും. കൈമുക്കിയതല്ല ഞാൻ മറത്തതാ ഇങ്ങനെ ഞാൻ ഇല്ലടാ പുതിയതാ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല എടാ കുടിച്ചൊരാ വേണേ പകുതി കുടിച്ചാൽ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യോ ഞാൻ വേണേ പകുതി കുടിച്ചാൽ തരാം ഒരു കുഴപ്പമില്ല പമ്പ. അത് അവന് വിഷമാ ചാർലിക്ക് വിഷമാ മനസ്സിലായോ പക്ഷെ ഇത് ഫൗളാണ് എന്താ അപ്പൊ? മാംഗോ ജ്യൂസ് ലൈക്ക് സ്ലൈസും ഫ്രൂട്ടും ആ, എല്ലാവരും അയ്യോ അയ്യോ ചലഞ്ചിന് ഒറ്റ ഉത്തരം. പറയണം കേട്ടോ. അവര് പറയും പൊട്ടത്തന്നെ പറയും ഒറ്റ ഉത്തരേ പറ്റുള്ളൂ. Silence. Okay, guys, fine. അവിടെ ഈ റൗണ്ട് തീർന്നു ഗൈസ്. ഇനി നമ്മുടെ ചാലഞ്ചിലെ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു. അതെ ചാലഞ്ച് കഴിഞ്ഞിട്ട് രണ്ടിനെ തൊട്ടിൽ കെട്ടി തരാം കേട്ടോ. അടങ്ങി ഷഫിൾ ചെയ്തിട്ട് എന്നെ കണ്ടില്ല കേട്ടില്ല പറയുന്നത്. ആ എല്ലാരും കൊണ്ടേ കൈ വെയിറ്റ് ടച്ച്. ചാർലി ബിസിബി തുറക്കൂ. ടേസ്റ്റ് രക്ഷപ്പെട്ടു. ടേസ്റ്റ് ചെയ്യാലോ. അതിനെന്തിനാ അവനെ ടേസ്റ്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് ഐറ്റം കൊണ്ടുവരാം. അപ്പൊ സാധനം കട്ടൻ താത്ത് ഗൈസ്. അപ്പോ ഫുഡ് ഐറ്റം വന്നിട്ടുണ്ട്. കൊമ്പൻ മണക്കലാണോ? എവിടെ എടുത്തോട്ടെ ടച്ചാണോ? വെയിറ്റ് തലമുക്ക് ആ കൊമ്പൻ ബിസിബി സ്മെല്ല് ഓൺലി. ആ സമയം കഴിഞ്ഞു. ആ ഗൈസ് എന്തായാലും അവരവരുടെ ടാസ്ക് കംപ്ലീറ്റ് ആക്കി. അതുപോലെ തന്നെ ആ ശരിയുത്തരം ആരാണോ എഴുതുന്നത് അവർക്ക് അത് ഫുൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കഴിക്കാൻ വേണ്ടി. ആൻഡ് ഇനി നിങ്ങൾക്ക് പേപ്പർ മാനി വരണം അല്ലേ ഗൈസ്? അപ്പൊ എന്തായാലും പേപ്പർ ഫ്രണ്ടിലുണ്ട്. എടുത്തോ, മാറ്റിക്കോ, ബ്ലൈൻഡ് മാറ്റിക്കോ. കട്ടൻ ബുക്ക് കാണിക്കാതെ എഴുതുക. അതിന്റെ പേര് മറന്നുപോയി. അതെ അത് എന്താണ് എഴുതാ പയ്യെ പറ. അതല്ലേ എഴുതാൻ പറ്റുള്ളൂ. സാധനത്തിന്റെ പേര് എഴുതുക. അതായത് ലൈക്ക് അതൊരു പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അത് എഴുതുക. പ്രൊഡക്റ്റിന്റെ അതൊരു പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അത് എഴുതാം. എല്ലാരും കേനും. ആരാ ആദ്യം പറയാ? കൊമ്പ് പറയോ? ഒന്ന് പറഞ്ഞോ. ബിസ്ക്കറ്റ് 50-50 ബിസ്ക്കറ്റ്. അതോ ആരോ റൂട്ടാണ്. ഇവിടെ റിസൾട്ട് നിങ്ങൾ തർക്കിച്ചിട്ട് കാര്യമില്ല ഗൈസ്. അപ്പൊ റിസൾട്ട് പറയുകയാണെങ്കിൽ സ്ക്വയർ ആണ്. 3 പേരുടെയും ഉത്തരം തെറ്റാണ് ഗൈസ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് 50-50. The answer is crack jack അല്ല 50-50. Okay, so guys, answer ശരിയാണ് ഗൈസ്. 3 പേര് ശരിയാക്കിയിരിക്കുന്നു. ആദ്യമായിട്ടാണ് 3 പേര് അല്ലല്ല അതിന് മുന്നേ 3 പേര് ശരിയാക്കിയിട്ടില്ലേ ഗൈസ്? അപ്പൊ എന്തായാലും നിങ്ങൾക്കുള്ള ഇവിടെ പ്രൈസ് വരുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം ബിസ്ക്കറ്റ്. ഗൈസ് കഴിച്ചോളൂ. ഓക്കെ ഗൈസ്, അപ്പൊ ഈ റൗണ്ട് കഴിഞ്ഞ് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം ഗൈസ്. അപ്പൊ നമ്മുടെ ഒരു ടേസ്റ്റ് ടച്ച് സ്മെൽ ചാലഞ്ചിലെ ലാസ്റ്റത്തെ റൗണ്ടാണ് ഗൈസ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും അടുത്തത് കൈയും കാലൊക്കെ മതിയോ കിട്ടുന്നു. 3 വ്യത്യസ്തമായിട്ടുണ്ട്. ഓക്കെ, കൊമ്പം തുറക്കട്ടെ. കൊമ്പ ലോട്ടറിയാണല്ലോ കൊമ്പ. ടേസ്റ്റ് എഡ്മിൻ ബിസിബി ബാലൻസ് ഉള്ളതല്ലേ ഞാൻ അടുത്ത കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ട്. അത് കറങ്ങി തിരിഞ്ഞ് വരും. പേടിക്കണം. നീ തുറക്ക്. ടച്ച്. നിനക്ക് എന്താ സ്മെല്ലോ? സോറി. അയ്യോ സാരല്ല പോട്ടെ. കർട്ടൻ ക്ലോസ് ചെയ്തോ. വാഗുണ്ട് വാ താഴത്ത്. കടിക്ക്. വായിലോട്ട് ഇടാൻ കിട്ട്. എന്നാ കുത്തിത്തരല്ല. പിന്നെ ടച്ചിക്കോ. നിനക്കെന്താ സ്മെല്ലല്ലേ? മണം മനസ്സിലായി എന്നാണ് പറയുന്നത് ചാർലി. തെറിപ്പിച്ച് പുറത്ത് മൊത്തം മനസ്സിലായല്ലോ ഇത് എന്താന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും അവർക്ക് കൊടുത്ത 30 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് അവരുടെ പ്ലേറ്റ് അതനുസരിച്ച് മാറ്റി വെക്കുക ഗൈസ്. അപ്പൊ അവരോടുള്ള പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കറക്റ്റ് താഴ്ത്താവുന്നതാണ്. ഓക്കെ, കാണിച്ചു കൊടുക്കാതെ എഴുതുക. ഓക്കെ, കാണിച്ചു കൊടുക്കരുത്. ഓക്കെ, പെൻ ഡൗൺ. ഓക്കെ, സോ 3 ആളും പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ഫുഡി ലവർ ആയിട്ടുള്ള നമ്മുടെ ചാർലി ബീച്ചിനോട് ചോദിക്കാം. ചാർലി പേപ്പർ തിരിക്കും. എന്താണ്? ചിക്കൻ 65 എന്ന ഇതിന്റെ ആൻഡ് ചിക്കൻ 65 എന്ന ഇതിന്റെ ആൻഡ് ചിക്കൻ 65 ആണോ? ചിക്കൻ
ആണോ അപ്പൊ പ്രാവശ്യം വേണ്ടല്ലോ. ഓ നല്ലൊരു ഹാപ്പി എൻഡിങ് അല്ലേ. എന്നെ സർപ്രൈസ് പറയട്ടെ. ആദ്യമായിട്ടാ എല്ലാവർക്കും ഫുഡ് കിട്ടിയൊന്ന് എന്റെ എന്റെ സർപ്രൈസ് ഈ റൗണ്ടിൽ നിങ്ങൾക്ക് ഫുഡ് ചെയ്യാം. അയ്യോ പറ്റിച്ചില്ലേ. യു ഹാവ് ചിക്കൻ 65. ആദ്യമായിട്ട് എനിക്ക് ചാലഞ്ച് ഇത്ര അടിപൊളിയായിട്ട് ഇങ്ങനെ അല്ലേ കളിക്കുന്ന എല്ലാവർക്കും പ്രൈസ് കിട്ടിയിട്ട് എന്നെയാണ് ആദ്യമായിട്ട് തോന്നുന്നുണ്ട്. അഡ്മിൻ ബി വീട്ടോക്സ് ചരിത്രത്തിൽ ബ്രോ റാസി ഡിബി നന്നായി കണ്ടോ സാധനങ്ങൾ വരുന്നുണ്ടല്ലേ. കൈസിനെങ്കിലും പോസിറ്റീവ് കമന്റ് ചെയ്യാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട 3 പേർക്ക് നല്ല ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും കമന്റ് ചെയ്യില്ല, അല്ലെങ്കിൽ കിട്ടൂല. KMC കൊമ്പനെ ഉത്തരം നോക്കുകയാണെങ്കിൽ 6 മാർക്കാ. എഡ്വിൻ BCB നോക്കുകയാണെങ്കിൽ ഓക്കെ 4 ശരിയായിട്ടുള്ളത്. ചാർലി നോക്കുകയാണെങ്കിൽ ഗായ്സ് 5 ഒരെണ്ണം മാത്രം തെറ്റിച്ചുള്ള മറ്റേ സ്ലൈസിന്റെ കാര്യം. ഈ ഒരു ചാലഞ്ചിലെ വിന്നർ ഒഫീഷ്യൽ ആയിട്ട് ഒരു വിന്നർ നമ്മുടെ കൊമ്പനാണ്. ഒരു കൊടുത്താ ഒരു കൈയ്യടി കൊടുത്താ കൊമ്പനെ ഒരു കൈയ്യടി കൊടുത്താ ഒരു അഗ് ആ പീസ് എടുക്കുക. അഗിന്റെ കൂടെ ഒരു പീസ് ഓക്കെ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെടുന്നതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗായ്സ് അപ്പോൾ അടുത്തൊരു കീഴ ചാലഞ്ച് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.